ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ആദ്യ ഇലക്ട്രിക് SUV വിറ്റാറയെ പ്രദർശിപ്പിച്ച് മാരുതി സുസുക്കി. ഒറ്റ ചാർജിൽ 543 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുന്ന ഈ ഇലക്ട്രിക് SUVയുടെ ബുക്കിംഗ് ഉടൻ ആരംഭിക്കും. വാഹനത്തിന്റെ വിൽപ്പന അടുത്ത വർഷം തുടങ്ങുമെന്ന് കമ്പനി അറിയിച്ചു. വിറ്റാര ചാർജ് ചെയ്യുന്നതിനായി ഇതിനകം തന്നെ മാരുതി സുസുക്കി ഏകദേശം 1100 നഗരങ്ങളിലായി 2000-ഓളം ചാർജിംഗ് പോയിന്റുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 2030ഓടെ ഇന്ത്യയിൽ 1 ലക്ഷം ചാർജറുകൾ നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു. ഓരോ 5 മുതൽ 10 കിലോമീറ്ററിലും ഒരു ചാർജർ ലഭ്യമാക്കാനാണ് മാരുതി സുസുക്കി ശ്രമിക്കുന്നതെന്നും ഉപഭോക്താക്കൾക്ക് E4Me എന്ന ആപ്പ് വഴി ചാർജറുകൾ ആക്സസ് ചെയ്യാവുന്നതാണെന്നും മാരുതി സുസുക്കി അറിയിച്ചു. മാരുതി സുസുക്കി വിറ്റാര 49 കിലോവാട്ട് ഹവർ, 61 കിലോവാട്ട് ഹവർ എന്നിങ്ങനെ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ലഭ്യമാകും. ഇതിൽ 61 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്കിന് ARAI സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് 543 കിലോമീറ്ററാണ്. ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ ട്രിമ്മുകളിൽ വിൽപ്പനയ്ക്കെത്തും. 49 കിലോവാട്ട് ബാറ്ററി പാക്ക് അടിസ്ഥാന മോഡലായ ഡെൽറ്റ ട്രിമ്മിലും 61 കിലോവാട്ട് ബാറ്ററി പാക്ക് സീറ്റ, ആൽഫ ട്രിമ്മുകളിലും ആയിരിക്കും ലഭ്യമാവുക. ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ വിറ്റാര 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജറ്റ് 5G വിഭാഗത്തിൽ പുതിയ സ്മാർട്ട് ഫോണുമായി ഷവോമി. റെഡ്മി 15C 5G ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയ അധികമായി ഉപയോഗിക്കുന്നവർക്ക് മികച്ച ബാറ്ററി ലൈഫ് ലഭിക്കുന്ന മോഡലാണ് ഷവോമി അവതരിപ്പിച്ചിരിക്കുന്നത്. റെഡ്മി 15C 5Gയുടെ 4GB റാമും 128GB സ്റ്റോറേജുമുള്ള വേരിയന്റ് വില 12,499 രൂപയും 6GB റാമും 128GB സ്റ്റോറേജുമുള്ള വേരിയന്റിന്റെ വില 13,999 രൂപയും 8GB റാമും 128GB സ്റ്റോറേജുമുള്ള വേരിയന്റിന്റെ വില 15,499 രൂപയുമാണ്. ഡിസംബർ 11-നാണ് പുതിയ ഫോണിന്റെ വിൽപ്പന ആരംഭിക്കുക. ആമസോൺ, mi.com, റെഡ്മിയുടെ ഔദ്യോഗിക റീറ്റെയിൽ പങ്കാളികൾ എന്നിവ വഴിയായിരിക്കും ഈ ഫോൺ വിൽപ്പനയ്ക്കെത്തുക. 6000 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് റെഡ്മി 15C 5Gയിൽ നൽകിയിരിക്കുന്നത്. പുതിയ സ്മാർട്ട് ഫോൺ ദീർഘമായ ബാറ്ററി ലൈഫ് വാഗ്ദാനം ചെയ്യുന്നു. 33 വാട്ട് വയർഡ് ചാർജിംഗും 10 വാട്ട്സ് റിവേഴ്സ് ചാർജിംഗും പിന്തുണയ്ക്കുന്നതാണ് ബാറ്ററി. റെഡ്മി 50C 5Gയിൽ 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.9 ഇഞ്ച് HD+ LED ഡിസ്പ്ലേ ഉണ്ട്. സ്ക്രീനിന് 810 നിറ്റ്സ് വരെ പരമാവധി ബ്രൈറ്റ്നസ് കൈവരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. വലിയ സ്ക്രീൻ ഉള്ളതിനാൽ തന്നെ ഇൻസ്റ്റഗ്രാം റീലുകൾ, യൂട്യൂബ് ഷോർട്സ് എന്നിവയുൾപ്പെടെ മീഡിയ ഉപഭോഗത്തിനായി 15C ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് റെഡ്മി അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയൽമി P4X 5G ഇന്ത്യൻ വിപണിയിൽ ഡിസംബർ 4-ന് ലോഞ്ച് ചെയ്യും. ഒരേ സമയം 18 ആപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ ഫോണിന് സാധിക്കുമെന്ന് റിപ്പോർട്ട്. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ റിയൽമിയുടെ പുതിയ സ്മാർട്ട് ഫോണായ റിയൽമി P4X 5G ഡിസംബർ 4-ന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. P4 സീരീസിലെ പുത്തൻ താരമാണ് P4X. P4, P4 Pro എന്നിവയാണ് ഈ സീരീസിലെ മറ്റു പ്രധാനപ്പെട്ട ഫോണുകൾ. P4Xൽ VC കൂളിംഗ് അവതരിപ്പിക്കുമെന്ന് കമ്പനി പറയുന്നു. ഫോൺ അധികമായി ഉപയോഗിച്ചാലും സ്ഥിരത പുലർത്താൻ ഇതുവഴി സാധിക്കും. മൾട്ടി ടാസ്കിങ്ങിനെ പിന്തുണയ്ക്കുന്ന സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനാണ് മറ്റൊരു പ്രത്യേകത. ഇതുവഴി ഒരേ സമയം 18 ആപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ ഫോണിന് സാധിക്കും. GT മോഡലിൽ 90 FPS ഗെയിമിങ്ങിനെ പിന്തുണയ്ക്കും. ബൈപ്പാസ് ചാർജിങ്ങിനൊപ്പം 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെയും ഫോൺ പിന്തുണയ്ക്കും. ഔദ്യോഗിക ചാനലുകൾ വഴി പ്രോസസർ, ബാറ്ററി ശേഷി എന്നിവയെ സംബന്ധിച്ച് റിയൽമി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ഫോണിന് മീഡിയ ടെക് ഡൈമൻസിറ്റി 7400 ചിപ്സെറ്റാണ് കരുത്തു പകരുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.